ഇന്ന് വളരെ BJP സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ആരാകും പുതിയ അധ്യക്ഷൻ? കെ സുരേന്ദ്രൻ തുടരുമോ? സുരേന്ദ്രൻ തുടരുമോ എന്നത് തന്നെയാണ് ആകാംക്ഷയോടെ BJP പ്രവർത്തകരും ഈ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നവരും കാണുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും BJP വിജയത്തിലെത്തിക്കാൻ കെൽപ്പുള്ള നേതാവ് ആരാണ് എന്നതിൻ്റെ തീരുമാനമാകും ഇന്നിപ്പോൾ കോർ കമ്മിറ്റി കഴിയുമ്പോൾ അറിയാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ അത് കെ സുരേന്ദ്രൻ തുടരുമോ, കെ സുരേന്ദ്രൻ ഇപ്പോഴുള്ള വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുമോ, അതോ പുതിയൊരു നേതൃനിര വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഉത്തരമാണ് ഇന്നിപ്പോൾ കോർ കമ്മിറ്റി കഴിയുമ്പോൾ അറിയാൻ സാധിക്കുക. കോർ കമ്മിറ്റിയിൽ ദേശീയ നേതൃത്വം അവർ കണ്ടെത്തിയിരിക്കുന്ന ഒറ്റ പേര് ആരുടെ പേരാണ് എന്നത് നിർദ്ദേശിക്കും. ആ പേരിന് എതിർപ്പുകൾക്ക് അവിടെ അവസരങ്ങളില്ല. തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ 2 മണിക്ക് ഈ ആരുടെ പേരാണോ നിർദ്ദേശിച്ചത് ആ ആള് നാമനിർദ്ദേശം സമർപ്പിക്കും. അതോടെ തന്നെ ചിത്രം വ്യക്തമാകും. നാളെ സംസ്ഥാന കൗൺസിൽ വിളിച്ച് ഇതിന് അംഗീകാരം നൽകുക എന്നതെല്ലാം തന്നെ ഒരു ഔപചാരികമായ നടപടിക്രമം മാത്രമാണ്. അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഒരു പക്ഷം ഉയർത്തിക്കാട്ടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് സാധ്യതയേറും എന്നൊരു കാര്യം. അക്കാര്യത്തിൽ അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുമുണ്ട്. കെ സുരേന്ദ്രൻ തുടരേണ്ട എന്നാണെങ്കിൽ പിന്നീട് മുന്നിൽ ഉള്ള 3 പേരുകൾ, ഒന്ന് മുതിർന്ന നേതാവായ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, പിന്നെ വനിത എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ. ഈ പേരുകളാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് കേന്ദ്ര നേതൃത്വത്തിന് വലിയ മതിപ്പുണ്ടാക്കുന്നതാണ്. അപ്പോൾ നിലവിലുള്ള BJP സംവിധാനം ഇങ്ങനെ പോയാൽ മതിയാകില്ല. പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ആളുകളെ ആകർഷിക്കാനുള്ള പുതിയ മുഖം വേണം എന്നതാണ് കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ നറുക്ക് വീഴും. ഇനി കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് സജീവമായി പരിഗണിച്ചു എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അത് അദ്ദേഹം തന്നെ പല ഘട്ടത്തിലും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതേപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്ക് ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനം വളരെ എടുത്തു കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ വനിതയെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ ശോഭാ സുരേന്ദ്രന് നറുക്കു വീഴാൻ സാധ്യത കൂടുതലാണോ? MT രമേശിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ശോഭാ സുരേന്ദ്രനും സംഘടനാ രംഗത്ത് ഏറെക്കാലമായി നിൽക്കുന്ന ആളാണ്. മാത്രമല്ല ഒരു വനിതയ്ക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ, കാരണം അഖിലേന്ത്യാ തലത്തിൽ 5 സംസ്ഥാനങ്ങളിൽ വനിതകളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്ന തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഒരു സാധ്യതയുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ കരുതുന്നത്. അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കാലത്തെല്ലാം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വളരെ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും അവർക്ക് വലിയൊരു തോതിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഒരു പ്രവർത്തകരെ വലിയ തോതിൽ ആവേശം കൊള്ളിക്കാൻ സാധിക്കുന്ന നേതാവ് എന്ന നിലയിൽ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ മറ്റ് ഘടകങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം, കാരണം എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും